പരിശുദ്ധമ്മേ, ഈശോ നിറഞ്ഞ പരിശുദ്ധമ്മേ, ഞങ്ങളിൽ ഈശോ നിറയാനും ഈശോയെ അനുഭവിക്കുവാനും ഞങ്ങളെയും സഹായിക്കണമേ. കാഴ്ചയൊപ്പം മഹത്വപൂർണ്ണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ച സ്വീകരിക്കണമേ. അങ്ങനെയാണ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങേ തന്നെ സ്വീകരിക്കണമെന്ന് നിങ്ങളോടുകൂടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ പരിശുദ്ധനായ പിതാവേ, സർവശക്തിയും നിത്യനുമായ ദൈവമേ, ഇതിനെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ
മനുഷ്യാവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി യേശുവിയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസിയന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടും ഒത്ത് അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആയിരം ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കി യേശുക്രിസ്തുവിന്റെ ശരീരം രക്തവുമായി തീരുമാനമാക്കി അവിടുത്തെ കൊടുക്കപ്പെട്ട സ്വർഗസാലെ പീഡകൾ സഹിച്ചപ്പോൾ വേർതിത പ്രകാശിപ്പിച്ച് മുറിച്ച് കലശിഷ്യമാർഗം കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കവൻ. പ്രകാരം കഴിഞ്ഞ പാലപാത്രം എടുത്ത് വീണ്ടും പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിലപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേറ്റു മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും മർക്കരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ ശ്രദ്ധയെ ഉൾക്കൊള്ളണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ പാപ്പയോടും രൂപതാധ്യക്ഷൻ സഹായരാജനോടും അഭിമന്യ പിതാക്കന്മാരോടും വൈദിക ഗണത്തോടും സമസ്ത ജനങ്ങളോടുമൊപ്പം സഭയെ അങ്ങയുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശ ഞങ്ങളൊന്ന് നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും
അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ നീക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും നിത്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം എനിക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പരിശുദ്ധ കുർബാന സ്വീകരണ ശുശ്രൂഷയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് കടന്നു വരിക. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ദയവായി സിസ്റ്റേഴ്സ് മുന്നോട്ട് അടുത്താലേക്ക് കടന്നു വരിക. പരിശുദ്ധ കുർബാന നൽകപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം 2 വരിയായിട്ട് മാത്രം മുന്നോട്ട് കടന്നു വരിക. വൈദികര് സിസ്റ്റേഴ്സും പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുന്നതിനായിട്ട് മുന്നോട്ട് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ വശങ്ങളിലൂടെ വന്ന് അസ്വസ്ഥത ഉണ്ടാക്കരുത്. കൈയൊക്കെ തട്ടി കുസ്തോതിയൊക്കെ താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറകിൽ അണിനിരക്കത്തക്ക വിധത്തില് 2 വരികളായിട്ട് മാത്രം നിങ്ങൾ വരിക. കുമ്പസാരിച്ചൊഴികെ ആദ്യവസാനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് നാവുകളിലാണ്, കരങ്ങളിലല്ല. ഇനി മറ്റു മതസ്ഥര്, മറ്റു ഡിനോമിനേഷൻസ് ഉള്ളവര് ദയവ് ചെയ്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. പരിശുദ്ധ കുർബാന സമയത്ത് അവര് സ്വസ്ഥാനങ്ങളിലെ പ്രാർത്ഥനയിലായിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. അത് നഷ്ടപ്പെടാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടിയാണത്. അത് നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ, പക്ഷെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ വസ്തുക്കൾ. ആത്മാ
ആത്മാവിനാനന്ദം നീ. കാവൽ വിളക്കായി എരിയുന്ന മണ്ണിൽ ചിരകാലം നിൻ സ്നേഹ നാളം. സ്നേഹം അകതാരിലയും ആത്മാവിനാനന്ദം നീ. ചേർത്തുന്നും നിൻഹൃത്തിൽ അകലമേ ധൂർത്തയ പുത്രിയെന്നേ. എൻ ചാരേ വന്നോനേ കൂട്ടത്തിലേകയ കുഞ്ഞാടുക. മാർഗ്ഗം നീ, സത്യവും നീ, നിത്യസഹായകൻ നീ. പ്രാണനാഥൻ യേശുവേ, ജീവിക്കും ദൈവത്തിൻ സോനു. കരുണാർദ്ര സ്നേഹം അകതാരിലയും ആത്മാവിനാനന്ദം നീ. ചേർത്തുന്നും നിൻഹൃത്തിൽ അകലമേ ധൂർത്തയ പുത്രിയെന്നേ. എൻ ചാരേ വന്നോനേ കൂട്ടത്തിലേകയ കുഞ്ഞാടു ഞാൻ. മാർഗ്ഗവും നീ, സത്യവും നീ, നിത്യജീവൻ ഏകുന്നു നീ. ആത്മനാഥൻ യേശുവേ, ജീവിക്കും ദൈവത്തിൻ നാമം. കരുണാർദ്ര സ്നേഹം അകതാരിലയും ആത്മാവിനാനന്ദം നീ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുടെ സമയക്രമം, പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്ന ദേവാലയങ്ങളുടെ വിവരങ്ങൾ ഇവിടെ അറിയിക്കുകയാണ്. പ്രധാന ബസിലിക്ക ദേവാലയത്തിൽ ദിവസവും രാവിലെ 6 മണിക്ക് തമിഴ് കുർബാന. ഈ കുർബാന G+ വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മറ്റൊരു തമിഴ് കുർബാന കൂടി പ്രധാന ബസിലിക്ക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നതാണ്. ലോവർ ബസിലിക്കൽ ദിവസവും രാവിലെ 7 മണിക്ക് തമിഴ്, 10 മണിക്ക് ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാലയും തുടർന്ന് തമിഴ് കുർബാനയും. അപ്പർ ബസിലിക്കൽ ദിവസവും രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, വൈകിട്ട് 5 മണിക്ക് കന്നഡ, ചൊവ്വാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണി. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ, അതായത് ഈ ദേവാലയത്തിൽ ദിവസം രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. ഈ വരുന്ന വെള്ളി ശനി ദിവസങ്ങൾ മാസാദ്യ വെള്ളിയാഴ്ചയും മാസാദ്യ ശനിയാഴ്ചയുമാണ്. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസിലിക്കൽ വൈകിട്ട് 5:30 ജപമാലയും തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാന പ്രദക്ഷിണവും തന്നെ. ആരാധന ചാപ്പൽ ദിവസം രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ വിശ്വാസികൾക്ക് നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും അടിമയിരുന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരമാണ് പ്രയോജനപ്പെടുത്തി. അവിടെ ഉറക്കെയുള്ള പ്രാർത്ഥനകളോ ഉറക്കെയുള്ള ബൈബിൾ വായനയോ ഒന്നും അനുവദിച്ചിട്ടുള്ളതല്ല. മലയാളത്തിൽ കുമ്പസാരിക്കാൻ അവസരങ്ങൾ 3 സമയങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രഭാതത്തിൽ 6:30 മുതൽ 8 മണി വരെയും, ഉച്ചയ്ക്ക് മുൻപ് 11:30 മുതൽ 12:30 വരെയും, വൈകുന്നേരങ്ങളിൽ 5 മണി മുതൽ 6:30 വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാൻ അവസരമുണ്ട്. വ്യക്തിപരമായ ആശീർവാദവും നിങ്ങൾ വാങ്ങിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ ആശീർവദിച്ചു നൽകുന്നതും പ്രധാന ബസിലിക്ക ദേവാലയത്തിന് സമീപമുള്ള ആവേ മരിയ എന്ന ഹോളിലാണ്. അവിടെ പ്രഭാതത്തിൽ 7 മണിക്ക് ആരംഭിക്കുന്ന ശുശ്രൂഷ
രാത്രി 8 മണിക്കാണ് അവസാനിക്കുക. 12 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ശുശ്രൂഷയ്ക്ക് ഇടവേള കൊടുത്തിട്ടുള്ളത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ മാത്രമാണ്. അവിടെ ബ്ലെസ്സിംഗ് സെക്ഷന്റെ ഓപ്പോസിറ്റ് ഓഫറിംഗ് സെക്ഷന്റെ ഒരു അവസരം കൂടിയുണ്ട്. അവിടെ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും നേർച്ച വസ്തുക്കളോ അതുപോലെ സംഭാവനകളോ നേരിട്ട് നൽകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് റെസിപ്റ്റും നൽകപ്പെടുന്നതാണ്. ഇവിടെ മദർ മേരീസ് ഫ്രീ ഫുഡ് എന്ന ഒരു സംരംഭം ഈ തീർത്ഥാടന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അത് ഉച്ചഭക്ഷണം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നൽകുന്ന ഒരു ശുശ്രൂഷയാണ്. അതിലേക്ക് ആർക്കെങ്കിലും നേർച്ചയായിട്ട് എന്തെങ്കിലും സംഭാവന, സാമ്പത്തിക സഹായം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവേമരിയായി നൽകാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഗവൺമെന്റ് ഒഴിവ് ദിനങ്ങളിൽ മാതാക്കുളം അടുത്തുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോവിഷ്വൽ സെന്ററിൽ അവിടെ അരുൺമയ സുവടുകൾ എന്ന ഡോക്യുമെന്റിന്റെ പ്രദർശനമുണ്ട്. അത് നൽകപ്പെടുന്നത് പോലെ സ്വീകരിക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അനധികൃത കച്ചവടങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇത്ര ആളുകളെ കാണുമ്പോൾ വരുമാനം എങ്ങനെ കണ്ടെത്താമെന്ന് കരുതിയാണ് പലരും കച്ചവടങ്ങൾ. സർവശക്തനായ ദൈവമേ, പരിശുദ്ധമായ ഈ ദിവ്യ രഹസ്യങ്ങളുടെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതം നിരന്തരം ശക്തിപ്പെടുവാൻ അനുഗ്രഹിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടെന്നേ. നിങ്ങളോട് കൂടെ ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവിടെ ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുടങ്ങിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കുവാൻ ഇടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യ മാതാവിന്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുവിന്റെ മാതാവിന്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവാൻ ദിവ്യബലി സമാപിച്ചു. Lebanon.